ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുകയായിരുന്നു സേനാ മേധാവിമാർ. കൂടുതൽ തെളിവുകളുമായാണ് ഇന്ന് സേനാ തലവന്മാർ അവിടെ പ്രസ് മീറ്റിന് എത്തിയിരുന്നത്. അത് കാണിക്കുകയും അത് പുറത്തുവിടുകയും ചെയ്തു. കറാച്ചിയിലും ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു സൈന്യം. പാക് സൈന്യം ഭീകരർക്ക് ഒപ്പം നിന്നുവെന്ന കാര്യം കൂടി ഇത്തവണ സൈന്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. തകർത്ത മിസൈലുകളുടെ ചിത്രം അടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം. മൾട്ടി ലെയർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചു, റോക്കറ്റുകളും ഡ്രോണുകളും തകർത്തു, എയർബേസ് തകർത്തതിന്റെ ദൃശ്യങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു സേനയുടെ വാർത്താ സമ്മേളനം. 3 സേനകളുടെയും ഡയറക്ടർ ജനറൽമാരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നമ്മുടെ പ്രതിരോധ സേന അത് അത്രത്തോളം ശക്തമാണ് എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു സൈന്യം. കൂടുതൽ വിവരങ്ങളുമായി വാർ ഡെസ്കിൽ നിന്നും മനു ഭരത് കൂടി ചേരുന്നു. മനു, ഇപ്പോൾ കൂടുതൽ തെളിവുകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് നടന്നത്. നമ്മളിപ്പോഴും ശക്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനൊക്കെ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് അവസാനിച്ചത്. അശ്വതി, ഇന്ന് DGMO നടത്തിയ ഈ വാർത്താ സമ്മേളനം ഒരു കാര്യം വ്യക്തമാക്കുന്നു. ശക്തമായ പ്രഹരം പാകിസ്ഥാന് ഏൽപ്പിക്കാൻ ഇന്ത്യൻ വ്യോമ സംവിധാനത്തിന് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു. നൂർഖാൻ എയർബേസിന്റെ തകർന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഒപ്പം തന്നെ റഹീം യാർ ഖാൻ എയർബേസിന്റെ തകർന്ന ദൃശ്യങ്ങൾ കൂടി ഇന്ന് സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇതെല്ലാം പാകിസ്ഥാൻ നിരാകരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ സൈന്യം പുറത്തുവിടുന്നത്. അതോടൊപ്പം ഒരു കാര്യം അവിടെ വ്യക്തമായിരിക്കുന്നു. PL-15 ചൈനീസ് മിസൈലുകളുടെ പ്രയോഗം ഇന്ത്യക്ക് നേരെ ഉണ്ടായി. അത് തടയാൻ ഇന്ത്യയുടെ ആകാശ് സംവിധാനത്തിന് കഴിഞ്ഞു എന്നുകൂടി സൈനിക വൃത്തങ്ങൾ പറയുന്നു. ലോങ് റേഞ്ച് റോക്കറ്റുകളുടെ ഒരു പ്രയോഗം ഉണ്ടായി. അതുപോലെ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് തടയാൻ, ആകാശത്ത് വെച്ച് തടയാൻ തന്നെ ഇന്ത്യൻ സംവിധാനത്തിന് കഴിഞ്ഞു. അതോടൊപ്പം ഇന്ത്യൻ നാവികസേന കൃത്യമായ ഒരു നേവൽ ഡിഫൻസ് പോസ്റ്റ് നൽകുന്നതിൻ്റെ ഭാഗമായി അത് ഒരു വലിയ ഭീഷണിയായി പാകിസ്ഥാന് ഉയർത്താനും കൂടി കഴിഞ്ഞു എന്ന് സേനാംഗങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ശക്തമായ ഒരു നിലപാട് സൈന്യത്തിന് ഇതിൽ വന്നിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിലും ആവശ്യമെങ്കിൽ ഏത് ഒരു യുദ്ധത്തിനും കൃത്യമായി തയ്യാറാണ് എന്ന നിലപാട് സൈന്യം വ്യക്തമാക്കുന്നു. പാകിസ്ഥാനെ ആദ്യം ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചാൽ അത് ഏത് തരത്തിലുള്ളൊരു പ്രഹരമാണ് കിട്ടുക എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു സൈന്യത്തിൻ്റെ ആദ്യ ലക്ഷ്യം. അത് കൃത്യമായി നടപ്പിലായിരിക്കുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ പിൻവലിയാനുള്ള തീരുമാനമുണ്ടായത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. സ്വാഭാവികമായും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. ഇനിയും ഇന്ത്യ പാകിസ്ഥാൻ DGMOമാരുടെ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. അത് നേരത്തെ 12 മണിക്ക് നടക്കും എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ കുറച്ചുകൂടി അത് വൈകും എന്ന് വ്യക്തമാവുകയാണ്. സ്വാഭാവികമായും ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു പ്രകോപനം ഉണ്ടാകില്ല എന്ന ഒരു കാര്യം കൂടി വരുന്നു. പക്ഷേ ഇവിടെ ഈ വാർത്താ സമ്മേളനങ്ങൾ ഉടനീളം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇന്ത്യ ഒരു സീസ് ഫയർ എന്ന ഒരു പ്രയോഗമേ നടത്തുന്നില്ല, അണ്ടർസ്റ്റാൻഡിങ് എന്ന് മാത്രമാണ് പ്രധാനമായും പറയുന്നത്. പാകിസ്ഥാനുമായി ഒരു ധാരണയുണ്ട്. വെടിനിർത്തൽ എന്നത് അടിച്ചാൽ തിരിച്ചടിക്കും എന്ന തരത്തിൽ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ അതിന് ഇനി ആരെയും കാത്തു നിൽക്കില്ല, സ്വാഭാവികമായി അത് ഉണ്ടാകും. യുദ്ധം ഇന്ത്യയുടെ ഒരു രീതിയല്ല. പക്ഷേ യുദ്ധം ഒരു രീതിയല്ലാത്തൊരു സാഹചര്യത്തിൽ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിന് ഒരു തരത്തിലും വിട്ടുവീഴ്ചയുണ്ടാകില്ല. നാവികസേന വളരെ കൃത്യമായി നമ്മുടെ സമുദ്രതലത്തിൽ ഒരു വളരെ ആക്രമണോത്സുകമായ ഒരു പോസ് കൊടുത്തു എന്നതാണ് ഈ എയർഫോഴ്സിനെ മറുവശത്ത് നിന്ന് ശക്തമായി ആക്രമിക്കാൻ ഒരു പ്രതലം ഒരുക്കിയത്. പക്ഷേ സ്വാഭാവികമായും എന്തൊക്കെ നഷ്ടങ്ങൾ ഇന്ത്യക്കുണ്ടായെന്ന ചോദ്യം ഇപ്പോൾ വ്യോമസേന നേതൃത്വം അത് കുറെ കൂടെ സമയം വേണം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും നമ്മുടെ ലക്ഷ്യം സാധ്യമായോ എന്നതാണ്, ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ്. അത് വളരെ കൃത്യമായി എത്താൻ കഴിഞ്ഞു എന്ന് അവർ പറയുന്നു. തീവ്രവാദികൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ഒരു ടീമായി പാകിസ്ഥാൻ ആർമി മാറിയിരിക്കുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ അവർക്ക് ശക്തമായ ഒരു മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണം തുടരുമെന്ന ഇന്ത്യ തറപ്പിച്ച് പറയുന്നു. ആരൊളിപ്പിച്ചു വെച്ചാലും, ആർക്ക് പിന്നിൽ ഒളിച്ചാലും, ഏറ്റവും ഉൾത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചാലും അവിടെ ചെന്ന് വളരെ കൃത്യമായി തീവ്രവാദ
കേന്ദ്രങ്ങളെ ഇന്ത്യ തകർക്കും, ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന വ്യക്തമായ ഒരു ശബ്ദം തന്നെയാണ്. സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന പ്രയോഗം തന്നെ വളരെ ചുരുക്കിക്കൊണ്ട് അതിനെ ഒരു ധാരണ എന്ന തലത്തിൽ വെച്ചിരിക്കുന്നു. ഇന്ത്യക്ക് നേരെയുള്ള ഏതാക്രമണവും ഇനി വളരെ ഗൗരവത്തോടു കൂടി കാണും. ഏത് തരത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരിക എന്നത് കാണിക്കുകയാണ് പ്രധാനമായ ലക്ഷ്യം. അതിൽ വിജയിച്ചിരിക്കുന്നു. തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാന്റെ ഈ ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകൾക്ക് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കാണിക്കുന്ന ആകാശ് സംവിധാനത്തിൻ്റെ മികവ്, ഒരു സ്റ്റെല്ലർ പെർഫോമൻസ് ആണ് ആകാശ് സംവിധാനം കാഴ്ചവെച്ചത് എന്ന് ആകാശ് പ്രതിരോധ സംവിധാനം കാഴ്ചവെച്ചത് എന്ന് സൈന്യം പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫൈറ്റർ ജെറ്റുകളെ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണം, അത് ഏതു തരത്തിലുള്ള ഒരു ആക്രമണമാണ് അവിടെ ഉണ്ടാക്കിയത് എന്നുകൂടി സൈന്യം വ്യക്തമാക്കുകയാണ്. അതാണ് മനു, സൈന്യത്തിന്റെ ഓരോ പ്രസ് മീറ്റും അത് നമ്മൾ ഉറ്റുനോക്കുന്നത് പോലെ തന്നെ ലോകരാജ്യങ്ങളും എന്താണ് ഇന്ത്യ ചെയ്യുന്നത് എന്ന കാര്യം, ഈ അവസരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യം ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാക് സൈന്യം ഭീകരർക്കൊപ്പം ചേർന്നു, ഭീകരതയ്ക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് ഇന്ത്യൻ സൈന്യം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ പാക് സൈന്യം അവരുടെ ഭീകരർക്കൊപ്പം നിലയുറപ്പിച്ചു എന്ന കാര്യം കൂടി എടുത്തു പറയുമ്പോൾ പലരോടുമുള്ള പറച്ചിലാണത്. യെസ്, അതാണത്. വളരെ കൃത്യമായിട്ടാണ് ഈ നമ്മുടെ എയർഫീൽഡിലും അതുപോലെ ലോജിസ്റ്റിക്സിലും ടാർഗറ്റ് ചെയ്യുന്ന രീതി ശരിയായ തലത്തിൽ അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. അദ്ദേഹം അവിടെ ഒരു ക്രിക്കറ്റിൻ്റെ പ്രയോഗങ്ങൾ പലപ്പോഴും ഇന്നത്തെ ഈ സൈനിക നേതൃത്വം പ്രയോഗിച്ചു. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. 1970 ആഷസ് മത്സരം നടക്കുമ്പോൾ, ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുമ്പോൾ 2 ഓസ്ട്രേലിയൻ ബൗളർമാർ അവിടെ ബാറ്റിംഗ് ലൈനപ്പ് തകർക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അന്നൊരു ഓസ്ട്രേലിയൻ വാക്യം ഉണ്ടായിരുന്നു, ആഷസ് ടു ആഷസ്, ഡസ്റ്റ് ടു ഡസ്റ്റ് എന്ന്. അതായത് ചാരത്തിൽ നിന്ന് ചാരത്തിലേക്ക്, മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എന്ന്. അപ്പോൾ ആ ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെയും ഈ ആക്രമണത്തിൽ കാണിച്ചത് എന്നാണ്. ഈ ലെയർ തകർത്താൽ, അതായത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിനകത്തേക്ക് കടന്നാൽ അവിടെ ഒരു കൃത്യമായൊരു പ്രതിരോധം ഇന്ത്യ ഏർപ്പെടുത്തുന്നു. അവിടെ ഒരു ഗ്രിഡ് സിസ്റ്റമുണ്ട്, അത് നിങ്ങളെ തിരിച്ചാക്രമിക്കും എന്ന വളരെ കൃത്യമായൊരു പ്രയോഗം അവിടെ നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു പഴയ ഒരു പ്രയോഗം, ക്രിക്കറ്റിലെ പ്രയോഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കരസേന, അതുപോലെ വ്യോമസേന DGമാർ, മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ DGമാർ ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയുന്നു. ഇത് ഇന്ത്യയുടെ ഒരു ഉറച്ച നിലപാടാണ്. ഇത് തീവ്രവാദത്തിനെതിരെ സന്ധിയില്ല പോരാട്ടമാണ്. എന്ത് വില കൊടുത്തും രാജ്യത്തെ